എൻ്റെ ദൈവജനങ്ങളെ, നാം ഇപ്പോൾ ധ്യാനിക്കാൻ പോകുന്നത് ഒരു അത്ഭുതകരമായ ഒരു സുവിശേഷമാണ്. അത് നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു അത്ഭുതകരമായ സുവിശേഷമാണ്. അതായത് ദൈവത്തിൻ്റെ അനശ്വരമായ കാര്യങ്ങളിലാണ് പരിശുദ്ധാത്മാവിൻ്റെ സന്തോഷവും അതിലുള്ള എല്ലാ കൃപയും ലഭിക്കുക. നിങ്ങൾ ഓരോ നിമിഷവും പരിശുദ്ധാത്മാവിനെ കൊണ്ട് നിറയ്ക്കുക. എപ്പോഴും നിങ്ങൾ ഹൃദയങ്ങളിൽ നിന്നും പരിശുദ്ധാത്മാവിനെ കൊണ്ട് നിറയ്ക്കുകയും അതിലുള്ള എല്ലാം ദൈവത്തിൻ്റെ പല വിധത്തിലുള്ള പല സുവിശേഷമായ പല ചിന്തകളും, പല ദുഃഖകരമായ പല ചിന്തകളും, പല വിചാരങ്ങളും ഉണ്ടാകും. എന്നാൽ പരിശുദ്ധാത്മാവ് നമ്മൾ ഉള്ളിൽ നിറയുമ്പോൾ നമ്മൾ ഒരു പവർഫുൾ മാനായി മാറും. കാരണം ദൈവത്തിൻ്റെ ആത്മാവാണ്. ദൈവം നമുക്ക് വേണ്ടി ലോകത്തെ വന്നത്. ദൈവം നമുക്ക് വേണ്ടി പരിശുദ്ധാത്മാവാണ്. അതായത് ദൈവത്തിൻ്റെ കരങ്ങളിൽ, അതായത് പരിശുദ്ധാത്മാവിൻ്റെ കരങ്ങളിൽ വഴിയാണ് ആ ഒരു സ്നേഹം നമ്മൾ പ്രതിഫലിക്കുന്നത്. ഇതിൻ്റെ സ്നേഹം എന്ന് പറഞ്ഞാൽ നമുക്ക് ഒത്തിരി അനുഭവമുള്ള ഒരു വചനമാണ് നമ്മളെ ഫിലിപ്പിക്കർ എഴുതിയ ലേഖനത്തിൽ അധ്യായം 3 വാക്യങ്ങൾ 8 മുതൽ 10 വരെ. ദൈവത്തിൻ്റെ, അതായത് അവൻ്റെ ഉദ്ധാനത്തിൻ്റെയും ശക്തിയുടെയും എൻ്റെ അറിവാണ് യേശുവിൻ്റെ എല്ലാത്തിനുള്ള ഒരു പരിശുദ്ധാത്മാവിൻ്റെ ഒരു ഒരുക്കം. അതായത് ദൈവമായിട്ടുള്ള ഒരു ഒത്തെടുപ്പാണ്. അതായത് പരിശുദ്ധാത്മാവും ദൈവമായിട്ടുള്ള ഒരു അടുപ്പമാണ് നമുക്ക് പിതാവ് നമുക്ക് കാണിച്ചു തരുന്നത്. ദൈവം നമുക്ക് വേണ്ടി ഒത്തിരി സഹിച്ചു. കാരണം ആദിയിലെ ദൈവം നമ്മളോടൊരു പല പ്രവാചകന്മാരും പല യഹൂദന്മാർക്ക് വഴിയാണ് ദൈവം തീയായി പല രൂപത്തിൽ പ്രത്യക്ഷപ്പെട്ടത്. നമുക്ക് ഇന്ന് ഒരു ചിന്തന ഉണ്ട്, ദൈവം പല തരത്തിലാണ് യഹൂദന്മാരാണ്. കാരണം നിങ്ങൾ ഒന്ന് ചിന്തിക്കുക, യേശു പറയുക ഞാൻ ആരെന്നാണ് അവർ പറയുന്നത്. അപ്പോൾ ദൈവമായ കർത്താവ് പിതാവ് വഴി പൗലോസ് ഈശോ ഒരു വ്യത്യസ്തമായ വ്യക്തിയായിട്ടാണ് കരുതിയത്. കാരണം പിതാവായ ദൈവത്തിൻ്റെ പുത്രനാണ് യേശു ക്രിസ്തു. നിങ്ങളൊന്ന് ചിന്തിക്കുക, പിതാവ് പുത്രൻ വഴി ദൈവം മനുഷ്യമക്കളോട് സംസാരിക്കുന്നത്, അതായത് പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റാനാണ് പുത്രനാണ് യേശു ക്രിസ്തു ഈ ലോകത്തിൽ അവതരിച്ചത്. പരിശുദ്ധ കന്യക മറിയം വഴി. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കുക മക്കളെ, ദൈവം നമുക്ക് വേണ്ടി ദാനമായി തന്നതാണ് യേശു ക്രിസ്തു. നിങ്ങൾക്കും ഈ ലോകത്തെ എല്ലാ പാവത്തിൽ നിന്നും മോചിതനാകാനാണ് യേശു ക്രിസ്തു ഈ ലോകത്തിലോട്ട് വന്നത്. യേശുവിൻ്റെ ആ നാമം അപേക്ഷിച്ചാൽ ഉറപ്പായ മക്കളെ നിങ്ങൾ രക്ഷ പ്രാപിക്കും എന്ന് ഞാൻ ഈ വാക്യങ്ങൾ നിർത്തുന്നു.